ഹായ് ഓൾ, ദിസ് ഇസ് ഫ്രൈഡേ മോർണിംഗ്. ഇന്നലെ വൈകുന്നേരത്ത് നമ്മൾ നരിവേട്ട കാണാൻ പോയിട്ടുണ്ടായിരുന്നു. പോവാൻ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുക്കുവിനോട് അവന് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുത്തിട്ടോ എന്ന് ഞാനൊന്ന് പറഞ്ഞു പോയി. അതിൻ്റെ ബാക്കിയാണ് ഈ ബെഡ് മുഴുവൻ കാണുന്നത്. ഈ റൂമിലെ ഈ ഒരു ഷെൽഫ് മുഴുവൻ അവൻ്റേതാണ്. പുറത്തു പോകുന്നതും യൂണിഫോമും വീട്ടിലിടുന്ന ഡ്രസ്സും ഇതെല്ലാം ഉണ്ട്. ഓരോന്നിനും ഓരോ തട്ട് വീതമാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും എവിടെയെങ്കിലും പോകാൻ നേരത്ത് ഇതാണ് പരിപാടി. പിന്നെ ഞാൻ വഴക്കം പറയാറില്ല, കാരണം അപ്പുറത്തുള്ള എൻ്റെ അലമാരയുടെ അവസ്ഥയും ഇത് തന്നെയാണ്. എൻ്റെ കാര്യത്തിലാണെങ്കിൽ ഡ്രസ്സിൽ കൂടുതൽ ഭാഗവും ബ്ലാക്ക് ആയതുകൊണ്ട് അലമാരി തുറന്നു കഴിഞ്ഞാൽ മൊത്തം വലിച്ച് നിലത്തിടാണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ബ്ലാക്ക് അതിൻ്റെ അകത്തുനിന്ന് എനിക്ക് കിട്ടത്തില്ല. ഇത് ആലൻ്റെ പേരൻസ് ആദ്യം വെക്കുന്ന വീടാണ്. ഒരു 37 കൊല്ലം ഈ വീടിന് പഴക്കമുള്ളത് പോലെ തന്നെ ഇവിടുത്തെ ഫേർണിച്ചേഴ്സും അത്രയ്ക്ക് ഓൾഡാണ്. അപ്പോൾ ഈ കട്ടിലൊന്നും അങ്ങനെ മോഡേൺ ടൈപ്പ് ഒന്നും അല്ല. പിന്നെ അന്നൊന്നും ഇന്നത്തെ പോലെ തൂണിലും തുരുമ്പിലും ഒന്നും മായം ചേർക്കാൻ പറ്റാത്തത് കൊണ്ട് ഇതെല്ലാം നല്ല ക്വാളിറ്റി സാധനങ്ങളാണ്. കിഡ്സ് ബെഡ്റൂമിലും ഞങ്ങളുടെ ബെഡ്റൂമിലും കാണുന്ന ഈ 2 ഷീറ്റിനൊപ്പം നമുക്ക് ഈ വലിയ പില്ലോന്റെ 2 കവറും വരും. പിന്നെ ഈ ചെറിയ 2 പില്ലോസ് ഇതിങ്ങനെ തന്നെ നമുക്ക് അതിന്റെ കൂടെ കിട്ടുന്നതാ. നിലു ജനിച്ച പിന്നെയാണ് ഈ കിടക്കുന്ന സോഫയുടെയൊക്കെ പരുവം ഇങ്ങനെയായത്. അവൻ കയറി ഇരുന്ന് സുസു വെച്ചും പാല് തട്ടിയിട്ടും ഒക്കെ ഇത് ഫുള്ള് പാച്ചസ് ആയി. പവർ വാഷ് ഒക്കെ ചെയ്തെടുത്താൽ ഇത് അത്യാവശ്യം നല്ലപോലെ വെളുത്തിരിക്കും. പക്ഷെ നമുക്ക് എപ്പോഴും സോഫ മുറ്റത്തിട്ട് അങ്ങനെ പവർ വാഷ് ചെയ്ത് ഉണക്കിയെടുക്കാൻ പറ്റത്തില്ലല്ലോ. എസ്പെഷ്യലി ഈ ഒരു സാധനം ഫുൾ കുഷ്യനുമാണ്. പലയിടത്തും ഞാൻ സോഫ കവർ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് സോഫേനെ മൊത്തത്തിൽ അങ്ങ് പുതപ്പിച്ച് കിടത്തലാണ്. എനിക്ക് അതിനോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു സെറ്റ് സോഫ കവർ ഞാൻ ഫ്ലിപ്കാർട്ടിൽ മെനക്കെട്ട് തപ്പിയിരുന്ന് എടുത്തതാണ്. ഇതിൻ്റെ അകത്ത് ഒരു പീസ് ഞാൻ 2ആയിട്ട് മുറിച്ചിട്ടാണ് ആ 2 വലിയ സോഫയിൽ സീറ്ററായിട്ട് കൊടുത്തേക്കുന്നത്. പിന്നെയുള്ള കഷ്ണങ്ങളൊക്കെ അവിടെ ഇവിടെയും ഞാൻ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും. ഒരെണ്ണം ഇതിന് എക്സ്ട്രാ ഉണ്ടായിരുന്നു. ഇത് ഡാഡയുടെ ചാരുകസരയാണ്, എൻ്റെ ഫാദർ ഇൻ ലോയുടെ. ബാക്കിയുള്ള ആ ഒരു പീസ് ഈ ഒരു ചെയറിൽ കറക്റ്റ് ആയിട്ടിരിക്കും. ഇത്രയും സാധനങ്ങളുടെ ലിങ്ക് ഞാൻ ലെഫ്റ്റ് സൈഡിൽ താഴെ കൊടുത്തേക്കാം. നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.